ഹലോ അസ്സലാമലൈക്കും മുത്തുമണികളെ. അപ്പോൾ നമ്മളെ കൊമ്പങ്ങാട് കോയൻ്റെ വീഡിയോസ് കണ്ടും നെസ്റ്റോയിൽ പോയതാട്ടോ. നോമ്പൊക്കെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. ചെന്ന് നോക്കുമ്പോൾ ഓഫറുള്ള സാധനങ്ങളൊക്കെ ഒരു വിധമൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പഞ്ചസാര കഴിഞ്ഞിരിക്കണേ, ബിരിയാണി അരി, കബ്സാൻ്റെ അരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോമ്പിന് ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ നോമ്പിന് വല്ലാതെ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ്. പിന്നെ ഓയിലുണ്ടായിരുന്നു, ഓഫറിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ കഴിഞ്ഞതൊന്നും റീഫിൽ ചെയ്യുന്നില്ല കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്നുമില്ല. പഞ്ചസാര ഇല്ല, ബിരിയാണി അരി ഇല്ല, മൈദ ഇല്ല, കടലമാവില്ല. ഇങ്ങനെ ഒരുവിധം സംഗതികൾ നമ്മൾ വാങ്ങണമെന്ന് കരുതിപ്പോയ ഒരുവിധം സംഗതികളൊക്കെ ഒരു ഓഫറുണ്ട്. അതൊന്നും ഓഫറിലില്ല കേട്ടോ. ഓഫറിലില്ലായിട്ടല്ല, അത് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ 20 വരെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞതാണല്ലോ. അപ്പം നമ്മൾ കാര്യമായിട്ട് നോമ്പിൻ്റെ പർച്ചേസും വിചാരിച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളെ എടുത്തതുള്ളൂ കേട്ടോ. പിന്നെ അരിപ്പൊടി ഉണ്ടായിരുന്നു. അരിപ്പൊടിയൊന്നും നമുക്ക് വേണ്ട, നമ്മൾ എന്തായാലും കഴുകി ഉണക്കി നമ്മൾ പൊടിച്ച് വെച്ച സാധനമാണല്ലോ. അതുകൊണ്ട് അരിപ്പൊടി ഒന്നും എടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ 230 എത്രൻ്റെ വെളിച്ചെണ്ണ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 265. അപ്പം അത് വെളിച്ചെണ്ണ, അത് ഒരു വെളിച്ചെണ്ണയിൽ കുടിച്ച് നോക്കുമ്പോൾ ഒരു കട്ടി പിടിച്ചിട്ടുള്ളൊരു കൊഴുത്ത പോലെ തോന്നുന്നു കണ്ടപ്പോൾ. പിന്നെ നമുക്കത് എന്തെണ്ണയെന്നും കൂടി നമുക്കറിയില്ലല്ലോ വിചാരിച്ചിട്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ബില്ലാക്കിയിട്ട് ഞാൻ മുകളിലൊക്കെ വെറുതെ ഒന്ന് പോയി നോക്കി കേട്ടോ. മുകളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഓഫറുകളും നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ പാൻറ്റ്, പലോസോ, ഷാളുകൾ. ഞാൻ എപ്പോഴും നമ്മൾ ചുറ്റിടുന്ന ഷാളുണ്ടല്ലോ, മുകളിൽ പോയിട്ടാണ് എടുക്കുന്നത് നെസ്റ്റോയിൽ പോകുന്ന സമയത്തൊക്കെ. അങ്ങനെ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഇട്ട് പോകുന്നു. പിന്നെ നിസ്കാരക്കുപ്പ ഉണ്ടായിരുന്നു മുകളിൽ, അതിന് 299 399 ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ സാധനങ്ങൾ ഫുള്ള് വാങ്ങാത്തതുകൊണ്ട് പിന്നെ ഞാൻ എത്ര പൈസ ആകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ഒന്നും ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തില്ല. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ബിസ്മി കയറിയിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാം വേണ്ട സാധനം ബിസ്മി നല്ല പാകത്തെ റേറ്റിൽ കിട്ടി കേട്ടോ. നെസ്റ്റോയിൽ ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് വണ്ടി കൂടും കേട്ടോ. നെസ്റ്റോയിൽ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോനൊക്കെ ഓയിൽ വാങ്ങി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. 140 എത്ര റുപ്യ വന്നിട്ടുണ്ട് ഓയിലിനൊക്കെ. ആ സ്ഥാനത്ത് ഞാൻ ബിസ്മിയിൽ വന്നിങ്ങാണ്ട് ഓയിൽ വാങ്ങുമ്പോൾ 129 അങ്ങനെ എന്തേ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ പോയിങ്ങാണ്ട് പർച്ചേസൊക്കെ ചെയ്ത് വന്ന് നമ്മൾ തട്ടുകടി കയറിയിട്ട് ചിക്കന് പുട്ടും ബീഫും വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് 2-3 ദിവസം മുന്നേ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും സ്ഥിരം കഴിക്കുന്ന ഒരു തട്ടുകട ഉണ്ട്. അവിടെ കയറിയിട്ട് നമ്മൾ ബീഫും പുട്ടും കൂടെ കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ 3 ആളും കഴിച്ചത് നമ്മൾ ബീഫും പോട്ടിയാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ പർച്ചേസുകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.